ഞാൻ ഉഷാദേവി. മാജിക് ലൈഫ് വിത്ത് ഉഷാദേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 7 ചക്രങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ചക്രങ്ങളെ ധരിപ്പിക്കുന്നത് വഴി നമ്മളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, അവിടെ നമുക്ക് ആത്മജ്ഞാനം അതിലേക്ക് പോകുന്നതിന് വഴി കൂടിയാണ്. അപ്പോൾ ഈ ചക്രങ്ങൾ, ഈ 7 ചക്രാസ് ഏതൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. നട്ടലിൻ്റെ ഏറ്റവും താഴെയായിരിക്കുന്ന മൂലാധാര ചക്രം, അതിന് കളറുണ്ട്, തത്വമുണ്ട്, ദേവതയുണ്ട്. അപ്പം അത് കളറ് അതിൻ്റെ ചുവപ്പ് വർണ്ണമാണ്. 4 ഇതളാണുള്ളത്. അതിനൊരു മൂലമന്ത്രം കൂടിയുണ്ട്. ലം എന്നതിൻ്റെ മൂലമന്ത്രം. അതിൻ്റെ ദേവത ഭൂമിദേവിയാണ്. അടുത്തതാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം. നമ്മുടെ മൂലാധാര ചക്ര ശക്തിയെ ആണ് സൂചിപ്പിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം വരുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ നിറം ഓറഞ്ച് നിറമാണ്. അതിന് 6 ഇതളാണ്. അവിടെ ഒരു മന്ത്രമുണ്ട്, വം. അതിൻ്റെ ദേവത ജലദേവതയാണ്. തത്വം ജലതത്വമാണ്. അതിന് മുകളിലായിട്ടാണ് നമ്മളുടെ മണിപൂരക ചക്രം സ്ഥിതി ചെയ്യുന്നത്. അത് നാസികയുടെ, അതായത് നെഞ്ചിന് മധ്യത്തിലായി തൊട്ട് താഴെ, നെഞ്ചിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മളുടെ മണിപൂരക ചക്രം സ്ഥിതി ചെയ്യുന്നത്. അതിന് മഞ്ഞ കളറാണ്. അവിടെ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം രം, മൂലമന്ത്രം രം ആണ്. മണിപൂരക ചക്രം ശരിക്കും അതിൻ്റെ ദേവത അഗ്നിയാണ്. തത്വം അഗ്നി തത്വമാണ്. നെഞ്ചിന് മധ്യത്തിലായിട്ടാണ് അടുത്ത ചക്രം ഹാർട്ട് ചക്ര, അതായത് അനാഹത ചക്രം. അതിന് പച്ച കളറാണ്. അവിടെ നമുക്ക് വായു തത്വമാണ്. പാർവതീ ദേവിയും ശിവഭഗവാനുമാണ് അവിടുത്തെ ദേവതമാർ. അവിടെ നമുക്ക് സ്നേഹം നൽകുകയും സ്നേഹം സ്വീകരിക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. ഈ ഒരു നമ്മുടെ ആ ഒരു ചക്രങ്ങളെ ഉണർത്തുന്നത് വഴി ഇങ്ങനെ ഓരോ ചക്രങ്ങൾക്കും എനർജി കിട്ടുന്നുണ്ട്. അടുത്താണ് നമ്മളുടെ വിശുദ്ധി ചക്രം, അതായത് കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രോട്ട് ചക്ര. അതിനും തത്വമുണ്ട്. അത് സരസ്വതി ദേവിയാണ് അവിടെ. അത് നമുക്ക് ആകാശ തത്വമാണ്. അതിന് മുകളിലാണ് നമ്മളുടെ ജ്ഞാനചക്രം. ഈ ജ്ഞാനചക്രമാണ് ആത്മീയ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്. മഹാദേവനാണ്. അവിടുത്തെ മന്ത്രം, മൂലമന്ത്രം ഓമാണ്. അതിന് മുകളിലാണ് നമ്മളുടെ സഹസ്രാര പത്മം. ഇത് 1000 ഇതളാണ്. ഇളം വയലറ്റ് കളറാണ് അതിന്. അവിടെയാണ് ബ്രഹ്മമാണ് അവിടുത്തെ തത്വം. നമ്മൾ പരമാത്മാവിൽ ലയിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓരോന്നിനെ കുറിച്ചും വിശദീകരിച്ച് അതിൻ്റെ ഇതളുകൾ, അതിൻ്റെ കളറ്, അതിൻ്റെ തത്വം, അതിൻ്റെ ആ ഒരു സന്ദേശം, ഇത് നമ്മുടെ ഉള്ളിലൂടെ ഉണർത്തുന്നത് വഴി നമുക്ക് എങ്ങനെയാണ് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.